നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെ സ്വീകരിച്ചാലോ? ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരാന്നുള്ളത്. എനിക്ക് അതിശയം തോന്നി ഞാനിങ്ങനെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞൊരു ക്ലൂ പോലും തരാണ്ട് ഇത്രയേറെ കമൻറ്റ് നിങ്ങളങ്ങനെ ഇട്ടു എന്ന് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ. ഇപ്പോഴും ആ പുള്ളിയെ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുന്നല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഗസ്റ്റ് ആരാന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ വരും കേട്ടോ. 7 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്, ലഞ്ച് ഇവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മളൊരു കറക്കമൊക്കെ കറങ്ങാൻ പോകുന്നുണ്ട്. വീടൊന്ന് മണക്കട്ടെ എന്ന് കരുതി ഞാൻ വെച്ചതാട്ടോ. നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് വാങ്ങിയ നമ്മുടെ അഗർബത്തിയാണ്. നല്ല മണം കേട്ടോ, സത്യം പറയണമല്ലോ. അപ്പോൾ വീട് മൊത്തത്തിലൊന്ന് മണക്കട്ടെ. ശരി. അപ്പോൾ ഇപ്പോൾ അവർ 8:30 9 മണിയാകുമ്പോൾ വരും. 7 മണിയായതേ ഉള്ളൂ. ഞാനിപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. ഇന്നലത്തെ കല്യാണ ക്ഷീണം. വീടെത്തിയപ്പോൾ 9:30 10 മണിയായി. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അവർ വരുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊറോട്ടയും നമ്മുടെ ഡാൽ ഫ്രൈയും കൊടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് കിട്ടുന്നെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി വന്നപ്പോൾ ഭാഗ്യത്തിന് അപ്പത്തിൻ്റെ മാവ് കിട്ടി കേട്ടോ. അത് കവറിൽ നിന്ന് പൊട്ടിച്ചൊഴിച്ച് പോലും വച്ചില്ല. അതിനുള്ള സാവകാശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ഡാൽ ഫ്രൈയും ആണ്. ഉച്ചയ്ക്ക് ഡാൽ ഫ്രൈ ഒക്കെ ഞാനിവിടെ ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഏട്ടൻ അവിടെ നിന്ന് തന്നെ നോക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ലഞ്ചിന് ഫ്രൈഡ് റൈസും പനീർ മട്ടർ ബട്ടർ മസാലയും പിന്നെ ഒരു സാലഡും പപ്പടവും പായസവും ബോളിയും പഴവും. ഇത്രയാണ് ഉച്ചയ്ക്ക് ലഞ്ച്. അതും കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. 8:30 9 മണിയാകുമ്പോൾ ആളെത്തും. ആളെത്തിയ ശേഷം ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് കൂടി ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. ആളെയും പരിചയപ്പെടുത്തി തരാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ അപ്പോഴും നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ അപ്പവും നമ്മുടെ ഡാൽ ഫ്രൈയും ഉണ്ടാക്കാം. ഡാൽ ഫ്രൈ റെഡി. ഇനി കുറച്ച് അപ്പം ചുടണം. അപ്പം ഞാൻ കരുതി അവർ വന്നിട്ട് ചുടാം. ചുട്ട് വെച്ചിരുന്നാൽ ചിലപ്പോൾ കൊള്ളത്തില്ല കേട്ടോ. ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ടേ. ഇതേ വട വാങ്ങിച്ചിട്ട് വന്ന ഏട്ടൻ, ഉഴുന്ന് വട. അവർ കഴിക്കുമെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ കൂടെ ചട്നിയുണ്ട് കേട്ടോ. അത് റെഡി. ഇപ്പോൾ വരും. ഇറങ്ങിയവർ 9 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ ആ സമയം കണക്കാക്കി അപ്പം ചൂടാം. വേദ ഉണർത്തണം. വേദയ്ക്ക് 10 മണിക്ക് ട്യൂഷനുണ്ട്. വേദ ഞങ്ങളോടൊപ്പം വരുന്നില്ല. ഞങ്ങൾ പോകുന്നത് കന്യാകുമാരിയിലാണ്. അപ്പോൾ വേദ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേദയെ നെട്ടയത്താക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു. അപ്പോൾ ഞാൻ അതേ അപ്പം ചുടുകയാണ്. ചായ അടുപ്പത്ത് വെച്ചു. പായസത്തിനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പനീർ ബട്ടർ മസാലയ്ക്കുള്ള പനീർ ഫ്രൈ ചെയ്തു. ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഫ്രൈ ചെയ്തു. പനീർ ബട്ടർ മസാലയ്ക്കുള്ള മസാലകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ചെറിയ ചെറിയ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളിത് ഇപ്പം കാണാൻ പോവുകയാണ്. ഇതാണ് കുട്ടികളെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ താരം, നമ്മുടെ നിഷാന്ത്, നമ്മുടെ സ്വന്തം നിഷാന്ത്. ഒരുപാട് പേർക്ക് നിഷാന്തിനെ ഇപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ മധുര വൃന്ദാവനിലൊക്കെ പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു സൗഹൃദമാണ് ഈ ഒരു നിഷാന്ത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിഷാന്തും നിഷാന്തിൻ്റെ കസിനുമാണ് കൂടെ ഉള്ളത്. ആ ഗേൾ ആട്ടോ നിഷാന്തിൻ്റെ കസിൻ. നിഷാന്തിൻ്റെ കസിൻ്റെ കൂടെ വന്ന സ്കൂട്ടറിൽ വന്ന അനിൽ എന്ന് പറയുന്നത് ക്യാമറാമാനാണ്. അനിൽ ഇതുപോലെ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരുപാട് യാത്രകൾ പോവാറുണ്ട്. അങ്ങനെ ആക്ച്വലി അനിലിന് കിട്ടിയ സൗഹൃദമാണ് ഈ നിഷാന്ത്. ഉത്തർപ്രദേശ് മധുര വൃന്ദാവനിലാണ് നിഷാന്തിൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അനിലിന് കിട്ടിയതാട്ടോ. അനിലിന് കിട്ടിയൊരു സൗഹൃദം നിഷാന്താണ്. ഞങ്ങളിങ്ങനെ ഉത്തർപ്രദേശിലെ മധുര വൃന്ദാവൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നത് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഉത്തർപ്രദേശ് മധുര വൃന്ദാവനത്തിൽ പോയത് മാത്രമേ, അവിടെ എത്തിയത് മാത്രമേ അറിയൂ. ഞങ്ങളെ ഫുൾ കൊണ്ട് നടന്ന് കാണിച്ച് അവിടുത്തെ ഫുൾ കാര്യങ്ങളും നോക്കിയത് നിഷാന്താണ്. ഇത് വോയിസ് ഓവർ ചെയ്യുന്ന കാര്യം നിഷാന്ത് ഹിന്ദിയാണ്. നിഷാന്തിൻ്റെ കസിൻ ഹിന്ദിയാണ്. എനിക്കാണെങ്കിൽ ഏട്ടൻ സംസാരിക്കും, പക്ഷേ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല. അവർക്കൊട്ട് തിരിച്ച് മലയാളത്തിൽ പറയാനും അറിയില്ല. അതുപോലെ ഇംഗ്ലീഷ് അവർക്കും അത്ര ഫ്ലുവൻ്റ് അല്ല കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ ബ്രേക്ക് ചെയ്ത് ഒന്നും വാലും മുറിയായിട്ടൊക്കെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. തിരിച്ച് പറയാനും അത്രയ്ക്കുള്ള ഇതൊക്കെ അവർക്കുള്ളൂ കേട്ടോ. പക്ഷെ നിഷാന്ത് അന്ന് UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റേറ്റിലാണ് ഇപ്പോൾ നോക്കുന്നതെന്ന് UPSC
UPSC ഒന്നും നോക്കുന്നില്ല, അത് ഭയങ്കര കടമ്പകളാണ്, അതിനുള്ള പൈസ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് UPSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിന്നപ്പോഴും നിഷാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞിലെ മുതലേ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്കൊന്നും വലിപ്പമുള്ളതല്ല, അതുകൊണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനോ അതിനുള്ള ഒരു മാനസികാവസ്ഥയിൽ അന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എന്തോ ഒരു സൈഡ് ബിസിനസ് പോലെയൊക്കെ എന്തോ പാർട്ട് ടൈം ആയിട്ടൊക്കെ എന്തോ നിഷാന്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ടാണ് നിഷാന്ത് പഠിക്കുന്നതും മറ്റും. അത് പറഞ്ഞത് UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ടെക്സ്റ്റും നോട്ടും കാര്യങ്ങളും ഒക്കെ വേണം, ഒരുപാട് കോച്ചിങ് കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും അത്രയും പ്രാക്ടിക്കലായിട്ട് നിഷാന്തിൻ്റെ ഫാമിലിക്ക് അന്ന് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നിഷാന്ത് അന്ന് വിട്ടിട്ട് ഇപ്പോൾ ഈ നടുക്ക് കൊണ്ട് വെച്ച് ചെയ്താൽ ഒന്നും ആവത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം UPSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അത്രയും ദിവസത്തെ താമസം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴും അപ്പോഴും അതെ ഗവൺമെൻറ്റിൻ്റെ ജോബും കാര്യങ്ങളൊക്കെ PSC പോലെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിഷാന്തിൻ്റെ കസിനാണ്, ഖുഷി എന്നാണ് പേര്. ഖുഷിയും അതെ ഇതുപോലെ എന്തൊക്കെയോ PSC എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെയായാലും നിഷാന്തിനെ ഞാനിപ്പോൾ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പം നിഷാന്ത് ആരാ എന്താണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഒരു പക്കാ നോർത്ത് ഇന്ത്യൻ ഗൈ ആണ് നമ്മുടെ നിഷാന്തും നിഷാന്തിൻ്റെ കസിനായിട്ടുള്ള ഖുഷി എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻസ്, പക്കാ നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. ഒരുപരി നമ്മുടെ കണ്ണൻ്റെ നാട്ടിൽ കണ്ണൻ ജനിച്ച് വളർന്ന ആ നാട്ടിലുള്ള ആളാണ് നിഷാന്ത്. കസിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അവിടെ നിന്ന് നിഷാന്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. ഡൽഹി ആ സൈഡിലൊക്കെയാണ് ഖുഷിയുടെ വീട്. പക്ഷേ നിഷാന്ത് എന്ന് പറയുന്നത് പ്രോപ്പർ മധുര വൃന്ദാവനിലാണ്. നിഷാന്തിന് നമ്മളോടായാലും നമുക്ക് നിഷാന്തിനോടായാലും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ കാറിൽ കാറിലെന്നല്ല അല്ലാതെ തന്നെ ഉത്തർപ്രദേശ് പോലൊരു സ്ഥലത്ത് ഒന്നും അറിയാതെയാണ് പോകുന്നത്. നിഷാന്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, അതിന് നമ്പർ തരുന്നു, നമ്മൾ പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യം അവിടെ ചെന്ന് ഇനി ആ വൃന്ദാവനത്തിൽ ഞാൻ എൻ്റെ കണ്ണൻ്റെ സ്ഥലമെന്ന് പറഞ്ഞ് കാണാനായിട്ട് അവിടെ ഒരു സ്ഥലവും ബാക്കിയില്ല. അത്രയേറെ എല്ലാ സ്ഥലങ്ങളിലും നിഷാന്ത് ഞങ്ങളുടെ കൂടെ കൊണ്ട് നടന്ന് കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നിഷാന്തിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ പോയത് എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ, കുറേ കൃഷി, അതിൻ്റെ നടുക്കൊരു വീട്, കുഞ്ഞ് സാധാ വീടും, ഒരു ഫാമർ ഫാമിലിയാണ് നിഷാന്തിൻ്റെ എന്ന് പറയുന്നത്. ഫിനാൻഷ്യലി അവർ ഓക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈ ക്ലാസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഫിനാൻഷ്യലി അവരൊരു അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലുള്ളതാണ്. പക്ഷെ ഒരുപാട് അതായത് അവിടെ ഇത്രയും വലിയൊരു ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയിലുള്ളതാണ് നിഷാന്ത്. ഈ നമ്മുടെ ബൽറാമൻ്റെ ഒക്കെ ഫാമിലിയിൽ പെട്ട ആളെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ വെജിറ്റേറിയൻസ് ആണ്, നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. നോൺ വെജ് കഴിക്കണമെന്ന് കേൾക്കുമ്പോഴേ നിഷാന്തിനെ നമ്മളൊക്കെ കഴിക്കണമെന്ന് കേൾക്കുമ്പോഴേ ഒരുമാതിരിയാണ് കേട്ടോ. കാരണം അവരങ്ങനെ ഒരു കൃഷ്ണൻ രാധേ കൃഷ്ണ രാധേ രാധേ ഇത് തന്നെ എപ്പോൾ പറഞ്ഞാലും സംസാരിക്കുന്നതാണ്. ആ ഒരു ഇതിൽ അവർ ഭക്തി അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ ജീവിക്കുന്നവരാണ് നിഷാന്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ ഞങ്ങൾക്ക് റൂം എടുത്ത് തന്നത് നിഷാന്ത് കേട്ടോ. രാവിലെ റൂം എടുത്ത് തന്നു, നിഷാന്ത് പോയി. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ നിഷാന്ത് വരും, ഞങ്ങൾക്ക് ഇറങ്ങാൻ തുടങ്ങും. വൈകുന്നേരം ഞങ്ങൾ റൂമിൽ എത്തിക്കുന്നത് വരെ എന്നെയും വേദയും ഫുൾ നോക്കിയിരുന്നത് നിഷാന്താണ്. ഏട്ടൻ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ക്യാമറയും കൊണ്ട് ഏട്ടൻ പോവും, പക്ഷെ ബാക്കി അത്രയും കെയർ ചെയ്ത് ഞങ്ങളെ രണ്ടുപേരെയും ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് അത്രയും ഇതായിട്ട് കൊണ്ട് നടന്നത് നിഷാന്താണ്. ആ നിഷാന്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താലും മതിയാവത്തില്ല കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പോവാൻ കൊതിച്ചൊരു സ്ഥലമായിരുന്നു മധുര വൃന്ദാവൻ. അതിപ്പോൾ നിഷാന്ത് ഇല്ലായിരുന്നെങ്കിലും പോവായിരുന്നു. പക്ഷേ പോവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല അവിടെ കവർ ചെയ്യാനായിട്ട് ഒരു സ്ഥലവുമില്ല. ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും കവർ ചെയ്യാനോ പോയി വരാനോ ഞങ്ങളൊരു 3 days ആണ് ആക്ച്വലി മധുരയിൽ പ്ലാൻ ചെയ്തത്. ആ 3 daysനുള്ളിൽ അവിടെ ഇനി കാണാനായിട്ടൊന്നുമില്ല കേട്ടോ. അത്രയും സന്തോഷമാണ് നിഷാന്ത് ഞങ്ങളെ കൊണ്ട് നടന്ന് കാണിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. നല്ല സ്വഭാവം കേട്ടോ, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നിഷാന്തിനെ പറ്റി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിഷാന്തിന് ഇപ്പോഴും ഭയങ്കര സന്തോഷവും ഒരു ചമ്മൽ പോലെയും എന്തൊക്കെയോ പോലെ കേട്ടോ നിഷാന്തിന്. ഭയങ്കര അതൊരു റെസ്പെക്റ്റ് കൂടിയിട്ടുള്ള ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെയാണ് നിഷാന്തിനുള്ളത്. എന്തായാലും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. വെരി സ്പെഷ്യൽ ഗസ്റ്റാണ്. ഉത്തർപ്രദേശിൽ നിന്ന് വന്നതാണ്, കേരളം കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അനിലിൻ്റെ വീട്ടിലാണ് സ്റ്റേ. അവർ ഗുരുവായൂർ അനിൽ കൊണ്ടുപോയായിരുന്നു, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയായിരുന്നു. അവർക്ക് കൂടുതലും കേരളത്തിൽ വന്നെങ്കിലും ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അവിടെ പോയി ഇന്നിപ്പോൾ നമ്മൾ കന്യാകുമാരിയിലൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുക കേട്ടോ. കേരള പ്ലേസ്, കേരള
ആത്മീ എന്നൊക്കെ പറഞ്ഞ് നിഷാന്ത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല. അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും അത് തന്നെയായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ വാരി വലിച്ചൊക്കെ കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഫുഡും കാര്യങ്ങളും നമ്മളെ ഫുഡ് തന്നെ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതേ അവസ്ഥയിലൂടെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യം വന്ന ദിവസം അനിയുടെ വീട്ടിലെ സദ്യയും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. ആക്ച്വലി ഞാനും സദ്യ കൊടുക്കാനാണ് കരുതിയത്. രാവിലെ ഇഡ്ഡലി സാമ്പാർ, ഉച്ചയ്ക്ക് ഒരു കുഞ്ഞ് സദ്യയായിട്ട് കൊടുക്കാം എന്ന് കരുതി. അപ്പോൾ അവർ ഓൾറെഡി അനിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കഴിച്ചല്ലോ, ഇനി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്തായാലും നമ്മുടെ ടേസ്റ്റും കാര്യങ്ങളും അവർ ഫുൾ മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടത്തില്ല. ഒരു ദിവസം കഴിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കണ്ട. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ രാവിലെ അപ്പവും ഡാൽ ഫ്രൈയും ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ഞാനത് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണ്. നിഷാന്തിന് പനീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പനീർ ബട്ടർ മസാല. നമ്മൾ പുറത്ത് ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ എപ്പോഴും പനീറാണ് നിഷാന്ത് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അങ്ങനെ വയ്ക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ബട്ടർ മസാല എന്നൊക്കെ പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഇഷ്ടമാണ്, അവർ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രൈഡ് റൈസ് കൂടെ ആകുമ്പോൾ പറ്റും. നമ്മുടെ റൈസ് ഒന്നും അവർക്ക് പറ്റത്തില്ല കേട്ടോ, വലിയ ആന റൈസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ബസുമതി റൈസൊക്കെ ആകുമ്പോൾ കുഞ്ഞ് റൈസല്ലേ, അപ്പോൾ അതൊക്കെ അവർക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ, ഞാൻ കരുതി ചപ്പാത്തി കൂടെ ചൂടാം. ഞാൻ ഉണ്ടാക്കുന്നില്ല, റെഡിമെയ്ഡ് വാങ്ങിയിട്ട് അതുകൂടെ ചുട്ട് അവർക്ക് ചപ്പാത്തിയൊക്കെ ഇഷ്ടമല്ലേ, അവരെ ഇഷ്ടത്തിന് കഴിപ്പിക്കാം. കാരണം എനിക്കറിയാം നമ്മൾ പോയി എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളത്. വേറൊന്നിനുമല്ല കേട്ടോ, ഐ മീൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം ഭയങ്കര, എനിക്ക് ഈ കച്ചോടിയൊക്കെ എന്താണെന്ന് പോലും അറിയില്ല. അതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷവും, ആ കച്ചോടി കിട്ടാത്തതിൽ ഞാൻ വിഷമിച്ച് പിണങ്ങി ഏട്ടനോട് ഇരുന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കച്ചോടി കണ്ടിട്ട് ഏട്ടൻ നിർത്താതെ പോയി അടുത്ത സ്ഥലത്ത് കാണുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സ്ഥലത്ത് കണ്ടില്ല, അങ്ങനെ വിഷമിച്ച് പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കച്ചോടി കഴിച്ചപ്പോൾ പിന്നെ എവിടെ നോക്കിയാലും കച്ചോടിയോട് കച്ചോടി. എവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കച്ചോടിയും കിച്ചോടിയൊക്കെ കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ കഴിച്ച് അതിന് ആ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വല്ലാതെ വരും കേട്ടോ. ഫുഡിൻ്റെ ഒറ്റൊരു കാര്യത്തിലാണ് ഞാൻ പെട്ടുപോയത്. ബാക്കി എല്ലാം നമുക്ക് ക്ലൈമറ്റ് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ആയാലും വേദക്കായാലും ഓക്കെയാണ്. പക്ഷെ ഫുഡ് കൂടുതലും അങ്ങോട്ടൊക്കെ പോയാൽ വെജിറ്റേറിയൻ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട്. നോൺ വെജൊക്കെ കഴിച്ചാൽ ഉറപ്പായിട്ടും പണി കിട്ടും. അങ്ങനെ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ തന്നെയും ഈ വെജിറ്റേറിയൻ ആയാലും അവരുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ദിവസം ആകുമ്പോൾ നമുക്ക് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ചോറും തൈരൊന്നും കഴിക്കുന്ന ആളേ അല്ല ഞാൻ. അവിടെ ചെന്ന് എനിക്ക് ലേശം ചോറും തൈരും കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിയായിപ്പോയി കേട്ടോ. അത്രയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഫുഡിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി. നിഷാന്തിൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ, എന്ത് സ്നേഹമാണെന്നറിയോ. വിളിച്ച് പറഞ്ഞില്ല, നിഷാന്തിൻ്റെ അമ്മ നന്നായിട്ട് മറ്റേ മൈസൂർ പാക്ക് ഉണ്ടാക്കും. അപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്നാനേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയ്ക്ക് പൈസ കൊടുത്തു, വച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയൊരു പൈസ കൊടുത്തു. അത് ഈ നിഷാന്തിൻ്റെ അവർ പോകുമ്പോൾ ഉറപ്പായിട്ടും മധുരൈ പേട അവിടുത്തെ ഫേമസ് ആയിട്ട്. ഇന്നിപ്പം നിഷാന്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് മധുരൈ പേട കൊണ്ട് തന്നു. മധുരൈ പേട ഉറപ്പായിട്ടും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് നിഷാന്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചൊക്കെ തന്നു കേട്ടോ. ഭയങ്കര, ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കേട്ടോ അമ്മയും ഫാമിലിയൊക്കെ. പക്ഷെ അവർ എത്രയോ നാൾ കൊണ്ടുള്ള പരിചയങ്ങളൊക്കെയാണ് നമുക്ക് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ണിയപ്പവും ചക്കവറ്റലും നമ്മുടെ ഏത്തക്ക വറ്റലും ഒക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോഴാണ് അറിയുന്നത് നിഷാന്തിന് ചക്ക വറുത്തത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ ശരിയാണ്, നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് നിഷാന്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയപ്പമൊക്കെ അവിടെ പോകുമ്പോൾ എന്തായാലും ചീത്താവും, നല്ലത് ഹാർഡായി കല്ലുകണക്കെ ആവും കേട്ടോ. അതിലൊരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഉണ്ട്, അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കാര്യം പറഞ്ഞതേ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി. ഞാൻ ഭയങ്കര ജോലി തിരക്കായിരുന്നു കേട്ടോ. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരോട് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റുന്നില്ല. മുക്കിയും മുറിച്ചും പകുതിയും അവിടെയും വാലും തുമ്പുമായിട്ടൊക്കെ അവരും നമ്മളും ഇങ്ങോട്ടൊക്കെ അവർ പറയുന്നത് എനിക്കും മനസ്സിലാവും, ഞാൻ പറയുന്നത് അവർക്കും ഏകദേശം മനസ്സിലാവും. പതുക്കെയാണ് പറയുന്നതെങ്കിൽ. പക്ഷെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അറിയില്ല. എങ്കിലും ആക്ഷനൊക്കെ കാണിച്ച് പറഞ്ഞൊരു വിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റിക്കും കേട്ടോ. ഞാനും അനിയും കൂടെയൊക്കെ മലയാളത്തിൽ സംസാരിക്കുന്ന കാണുകയാണെങ്കിൽ ഇവർക്ക് ഒരുമാതിരിയാണ്. അവർ കൊണ്ടിരുത്തിയിട്ട് നമ്മൾ അവരെ പറ്റി പറയുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ലഞ്ചിന് ഫ്രൈഡ് റൈസ്, സാലഡ്, പനീർ മട്ടർ പനീർ ബട്ടർ മസാല, ചപ്പാത്തി, പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പായസവും ബോളി വാങ്ങിച്ചിട്ടുണ്ട്. അതവർക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് അറിയില്ല, ജസ്റ്റ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. നമ്മളോട് ഇതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ഒരു സ്വീറ്റായിട്ട് പായസം വെച്ചെന്നേ ഉള്ളൂ. ഇനി അവർ കഴിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ, രാവിലെ ഞാൻ അപ്പം കൊണ്ടുവച്ച് കറി ഇതുപോലെ കൊണ്ടുവച്ച് എടുത്ത് കോരി കഴിക്കുമല്ലോ എന്ന് കരുതി. അപ്പം അവർക്ക് വേറൊരു ബോളിൽ തന്നെ വേണം. പിന്നെ ബോളിൽ വെച്ച് കൊടുത്തു. അതാണ് ഇപ്പം ബോളിൽ മട്ടർ പനീർ ബട്ടർ മസാലയും സാലഡും ഒക്കെ പ്രത്യേകം ബോളിലാക്കി. ഒപ്പം തന്നെ അവർക്ക് സ്പൂണും വേണം. കുഷിക്ക് ചപ്പാത്തിയും വേണ്ട, റൈസിൻ്റെ പകുതിയൊക്കെ മതി. പക്ഷെ കറിയൊക്കെ കൂട്ടി കേട്ടോ. നിഷാന്തും അതെല്ലാം കഴിച്ചു. നിഷാന്ത് എന്ന് പറഞ്ഞാൽ ഒരു തരി ഫുഡ് പോലും വേസ്റ്റ് ആക്കി കളയില്ല. അവർക്ക് അറിയാം ഫുഡിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നോ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയും, അല്ല എങ്കിൽ ശകലം പോലും ബാക്കി വെക്കാണ്ട് കംപ്ലീറ്റ് കഴിക്കും കേട്ടോ.
അതൊക്കെ ഒരു ഭയങ്കര ഗുഡ് ക്വാളിറ്റിയാണ്. അവർ ആ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് അന്നത്തിൻ്റെ വില അറിയാം. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇവരെ വീട്ടിലൊക്കെ ആണെങ്കിൽ ആദ്യം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൃഷ്ണൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഭക്ഷണം വച്ച് പൂജയെല്ലാം കഴിഞ്ഞ ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. നിഷാന്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പനീർ ബട്ടർ മസാലയും ഈ ഫ്രൈഡ് റൈസും ഒക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് പറയാം. അടിപൊളി അടിപൊളി എന്ന് പറയാൻ കഴിച്ചു കേട്ടോ. അതൊരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവർക്ക് ഇഷ്ടപ്പെടുമില്ലെന്ന് അറിയത്തില്ല. ഫുൾ ഞാൻ നെയ്യിലാട്ടോ ഉണ്ടാക്കിയത്. എന്തായാലും ഇതൊന്നും വെളിച്ചെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ നെയ്യിലൊക്കെയാണ് ഉണ്ടാക്കിയത്. അവർക്ക് ആ ഒരു ടേസ്റ്റിന് ഇഷ്ടപ്പെടാതെ വരണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയപ്പോൾ പഞ്ചാബി ഹോട്ടലിലൊക്കെ കയറി അവർ കഴിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്കൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് റെഡിയാക്കി കൊടുത്തു. എല്ലാത്തിലും അവർക്ക് ഈ ജീരകമൊക്കെ ഒരു മുഖ്യമാണ് കേട്ടോ. ജീരകമൊക്കെ ഇട്ടിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഞാൻ ജീര റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ജീര റൈസ് ഫുൾ ജീരകമൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമുക്കും ഇഷ്ടപ്പെടണം, അവർക്കും ഇഷ്ടപ്പെടണം. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കുന്ന ഫുഡാണല്ലോ. പനീർ ബട്ടർ മസാലയൊന്നും ഏട്ടൻ കഴിക്കില്ല കേട്ടോ. എന്ന് പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിഷാന്തിന് ഇഷ്ടമായി, എനിക്ക് ഒരുപാട് സ്വന്തമായി, ഖുഷിക്കും ഇഷ്ടമായി കേട്ടോ. പക്ഷെ നിഷാന്ത് പറയുന്ന അത്രയും ഖുഷി പറയുന്നില്ല. നിഷാന്ത് സൂപ്പർ 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 എന്ന് പറഞ്ഞു. എന്നിട്ട് ഖുഷി വരെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ മാത്രം ലേശം പായസം മാത്രമേ കുടിച്ചോളൂ. ബോളിയൊന്നും അവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കേട്ടോ. ബോളിയും കഴിച്ചില്ല, പായസം അത്രയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലേശം കഴിച്ചു. പക്ഷേ നിഷാന്തിന് പായസം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പായസവും ബോളിയും കൂടെ ഒക്കെ കൂട്ടിയിട്ട് നിഷാന്ത് നന്നായിട്ട് കഴിച്ചായിരുന്നേ. എന്തായാലും ആ കാര്യം ഫുഡ് കൊടുത്തതിൽ സന്തോഷം തോന്നി. കാരണം എനിക്ക് വീട്ടിലെ ഗസ്റ്റ് വന്നാൽ അവർക്ക് എത്ര എന്ത് കൊടുത്താലും മതിയാവത്തില്ല. അതെനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. എനിക്ക് അവർക്ക് ഇഷ്ടമാവോ, ഇത് മതിയാവോ, നമുക്ക് കൊടുക്കുന്നത് ഒരു തൃപ്തി ഇല്ലാത്തത് പോലെ തോന്നും കേട്ടോ, ഒന്നും ഇല്ല എങ്കിൽ. അപ്പോൾ അവരിപ്പോൾ കഴിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ വരണമെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ആ ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോൾ ഖുഷിയായാലും അവർ ഭക്ഷണം ബാക്കി വെക്കില്ല കേട്ടോ. നിഷാന്ത് ആയാലും അതെ. പക്ഷെ നിഷാന്ത് കൊടുക്കുന്ന അത്രയും ഭക്ഷണം നിഷാന്ത് കഴിക്കും. അത് ഒരു ഭയങ്കര ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിഷാന്തിലുള്ളത് ഫുൾ ഗുഡ് ക്വാളിറ്റി ആട്ടോ. എനിക്ക് നിഷാന്തിലൊരു മോശം പറയാനായിട്ട് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഇടപഴകിയിട്ടൊന്നുമില്ല. എങ്കിലും നമുക്ക് പരിചയമുള്ളിടത്തോളം കാലം നമ്മൾക്കൊക്കെ തരുന്ന ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഒരു അവരെ ഫാമിലിയിൽ നിന്ന് ചെറുതിലെ മുതലേ പഠിച്ച് വന്ന ഓരോ കാര്യങ്ങളും അത്രയും ഇതായിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ അറിയാം. കുഞ്ഞിലെ മുതൽ പഠിച്ച ഓരോ കാര്യങ്ങളും അത്രയും ഇതായിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത് കേട്ടോ. ഖുഷിക്ക് ഞാൻ പൂ വെച്ച് കൊടുക്കുകയാണ്. ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ ലേശം പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാനും വെച്ചു, കുറച്ച് ഖുഷിക്ക് വെച്ച് കൊടുക്കുകയാണേ. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പിച്ചിപ്പൂ പറിച്ചിട്ട് അതിനെ ഇങ്ങനെ മണപ്പിക്കാൻ കൊടുത്തപ്പോൾ അടിപൊളി മണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ കേട്ട് നിങ്ങളുടെ നാട്ടിൽ പൂവില്ലേ, പൂ ഇങ്ങനെ വയ്ക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഷാദിക്ക് മാത്രമേ പൂ വയ്ക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പൂവൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു പൊട്ടൂടെ വെച്ച് തരട്ടെ എന്ന് വെച്ചിട്ട് ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്ത കേട്ടോ ഖുഷി. എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാട്ടോ. അവരുടെ ഒരു സ്റ്റൈലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദ മുന്നേ ആർമി സ്കൂളിലാട്ടോ പഠിച്ചത്, നഴ്സറിക്ക്. അപ്പോൾ അവിടെ ആർമി സ്കൂളിൽ പോകുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നടക്കുന്ന എല്ലാം മൊത്തത്തിൽ അവരെ കാണാനൊരു പ്രത്യേക എന്തോ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഖുഷിക്ക് പൂവെല്ലാം വെച്ച് കൊടുത്ത് ഞാൻ കേരള പൊണ്ണാക്കിയിരിക്കുകയാണ്. പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. നാളെ അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഖുഷി സാരിയൊക്കെ വാങ്ങിച്ചു, സെറ്റ് സാരി വാങ്ങിച്ചു. പിന്നെന്താണ് ബ്ലൗസൊക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കണമെന്ന്. നാളെ അപ്പോൾ ഖുഷി ഒരു പക്ക കേരള പെണ്ണായിട്ട് വരും കേട്ടോ. സെറ്റ് സാരിയൊക്കെ എടുത്ത് പൂവൊക്കെ വെച്ച് ബ്ലൗസൊക്കെ ഇട്ട് വരുമെന്ന് പറയുന്നു. എന്തായാലും നമ്മളുടെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നേരെ കന്യാകുമാരിക്ക് വിടുകയാണ്. ഒരു 1-1:30 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി കേട്ടോ. ഖുഷി കാറിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട്. ഖുഷിക്ക് പിന്നെ കാറിലിരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. നമുക്ക് ചിലർക്ക് ഉണ്ടാവില്ല ഇങ്ങനെ കാറിൽ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഖുഷിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഖുഷി കാറിലധികം യാത്ര ചെയ്യാറില്ല. ഖുഷി 2 മണിക്കൂറോളം യാത്ര കന്യാകുമാരി വരേക്കും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഖുഷി ഒന്ന് ഞെട്ടി കേട്ടോ. 2 hours ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണും തള്ളിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി നമ്മൾ കന്യാകുമാരി എത്തി. 2 പേരും ബാക്കിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഖുഷി അതെ, നിഷാന്തും അതെ. ഞാനും ഏട്ടനും അനിയും കൂടി കാര്യമൊക്കെ പറഞ്ഞിരുന്നു. മെയിൻലി നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അവർക്ക് ബോറിങ് ആവുന്നുണ്ട്.
കുശി അതിനു മുമ്പേ ഉറങ്ങി കേട്ടോ. കയറിയ പാടെ കുശി ഉറങ്ങിയതല്ല, കുശിക്ക് പയ്യാണ്ട് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ നിഷാന്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന കേട്ടിങ്ങനെ വായും തുറന്നിരിക്കുകയായിരുന്നു. പിന്നെ നിഷാന്തും അങ്ങ് കിടന്നുറങ്ങി. നമ്മൾ ഈ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിഷാന്തിനോട് നമുക്ക് എന്ത് ചോദിക്കാനാണ്? എനിക്കിപ്പോൾ ഹിന്ദി അറിയാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ഹിന്ദി അറിഞ്ഞിടത്തോണ്ട് ഇങ്ങനെ മുക്കിയും മുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നിഷാന്തിനും പാട്, നമുക്ക് പറയാനും ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഹായ് ഹലോ കൈസാ ഹേ കിത്തന ഹേ ക്യാ ഹേ ഇതൊക്കെ തന്നെ എൻ്റെ ഹിന്ദി എന്ന് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഒരു ഭയങ്കര സ്പീഡിലാട്ടോ പറയുന്നത്. ഒന്ന് സ്ലോയിലാണ് പറയുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ തിരിച്ച് മറുപടി പറയില്ല. പകുതി ഹിന്ദിയും പകുതി ഇംഗ്ലീഷും പകുതി മലയാളമായിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവരോട് കേട്ടോ. അപ്പോൾ അത് കുശി സുഖം ഉറക്കം, നിഷാന്ത് സുഖം ഉറക്കം. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നിഷാന്ത് ഉറങ്ങി എണീറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 4 മണി 4:05 4:10 ആയപ്പോൾ ഞങ്ങൾ കന്യാകുമാരി എത്തി കേട്ടോ. അത് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ബോട്ടിങ്ങിനും മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ സൺസെറ്റും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ 4:10 ആയപ്പോഴാണ് കന്യാകുമാരി എത്തിയത്. എത്തിയപ്പോഴേക്കും പറഞ്ഞു 4 മണി വരെ അവിടെ ബോട്ടിംഗ് ഉള്ളൂ. ഞാൻ ഓൺലൈൻ എടുത്തിരുന്നുവെങ്കിൽ മണ്ടത്തരമായിപ്പോൾ കേട്ടോ. ഓൺലൈൻ എടുക്കാണ്ടാണ് വന്നത്, അതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും 4 മണി വരെ ബോട്ടിംഗ് സർവീസ് ഉള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണമെങ്കിൽ 4 മണി വരെ ഉള്ളൂ. ഞങ്ങൾ എത്തിയപ്പോൾ 4:10 കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കടക്കാരൻ ചേട്ടൻ പറഞ്ഞു ക്ലോസിങ് ടൈമാണ്, വേഗം പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിപ്പടച്ച് അവിടെ ചെന്നപ്പോഴേക്കും പറഞ്ഞ് ഇല്ല, 4 മണി വരെ ഷാർപ്പ്. വെറും 10 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോ മറ്റേ ബോട്ടിങ്ങിലോ പോകാൻ പറ്റിയില്ല. ബോട്ടിങ്ങിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, മറ്റേ വിവേകാനന്ദ റോക്കിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ല. നമുക്ക് പിന്നീടായാലും കയറാമല്ലോ. അവർ ഇത്രയും അവിടെ നിന്ന് ദൂരത്ത് വന്നിട്ട് അവർക്കത് കാണണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. എന്നിട്ടത് കാണാനും കയറാനും പറ്റാതെ വന്നപ്പോൾ അവർക്കൊരു വിഷമം തോന്നി കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ നിറയെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓൺലൈൻ ടിക്കറ്റ്സ് അവൈലബിൾ, ഓൺലൈൻ എന്തെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും 4 മണി വരെ എൻട്രി ഉള്ളൂ. അതിന് മുന്നേ നമ്മൾ എത്തണം കേട്ടോ, അല്ലെങ്കിൽ ആ ടിക്കറ്റിൻ്റെ പൈസയും പോകും. അങ്ങനെ എന്തായാലും ആ ഒരു കാര്യം നടന്നില്ല. പിന്നെ കന്യാകുമാരി ദേവി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ കയറാമെന്ന് പറഞ്ഞ് സൺസെറ്റും കണ്ടിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. പക്ഷേ ഖുഷിക്ക് പിന്നീട് ഒട്ടും വയ്യ കേട്ടോ, നടക്കാനോ പിടിക്കാനോ ഒന്നിനും വയ്യ. നമ്മളെപ്പോലെയൊക്കെ തന്നെ കേട്ടോ. കുറച്ചൊന്നും അവൾ ടയേർഡായി, നല്ല രീതിയിൽ ടയേർഡായി. മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് ഫുഡ് ശരിയാകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് ഫുഡ് കറക്റ്റ് ഇതായില്ല എങ്കിൽ, സെറ്റായില്ല എങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടും ഗുരുവായൂർ പോയിട്ട് പെട്ടുപോയെന്ന് കേട്ടോ. ഭയങ്കര ഭീകര തിരക്കായിരുന്നു, ഒരുപാട് സമയം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ വന്ന ദിവസം തന്നെ ഫ്ലൈറ്റിലാട്ടോ അവർ വന്നിട്ട് അന്ന് തന്നെ ഫുൾ ട്രിവാൻഡ്രമൊക്കെ കറങ്ങിയിട്ട് അടുത്ത നെക്സ്റ്റ് ഡേ ഗുരുവായൂർ പോയി. അല്ല, അന്ന് ഈവനിങ് എന്തോ അവർ ഗുരുവായൂർ പോയി. അന്ന് ഫുൾ ക്യൂവിൽ നിന്ന് ഗുരുവായൂരപ്പനെ എല്ലാം കണ്ടിട്ട് തിരിച്ച് വീണ്ടും യാത്ര ചെയ്ത് ട്രിവാൻഡ്രം വന്നു. അവിടെ നിന്ന് നേരെ വീണ്ടും യാത്ര ചെയ്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി അവിടെ കുറേയൊക്കെ കണ്ട് കേട്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് വീണ്ടും തിരിച്ച് ഇന്ന് വെളുപ്പിനാട്ടോ ട്രിവാൻഡ്രം വന്നിട്ട് വീണ്ടും യാത്ര ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഖുഷിയുടെ കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് ഖുഷിക്ക് സൺസെറ്റ് കാണണമെന്നൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഇവിടെ സൺസെറ്റിനുള്ള സമയം എന്ന് പറയുന്നത് 6:45 6:30 7 മണി, ചിലപ്പോൾ 7 മണിയൊക്കെ ആവാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഒരുപാട് ലേറ്റ് ആവുമായിട്ട് പിന്നെ സൺസെറ്റൊന്നും കാണണമെന്ന് വലിയ താല്പര്യമില്ല. ഞങ്ങൾ നേരെ വന്നപ്പോൾ ഒരു ചായ കുടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ചായക്കട അന്വേഷിച്ച് കിടക്കുകയാണ്. ഇവിടെ അപ്പോൾ എത്ര 5 മണിയായിട്ടേ അടുത്ത് ചായക്കട തുറക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അടുത്ത് ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങുന്ന സമയവും അടുത്ത സമയം എന്നൊക്കെ പറയുന്നത്. മീൻസ് സൺസെറ്റിൻ്റെ ഒക്കെ ഒരു സമയമായിരിക്കും. ഉച്ച സമയമൊക്കെ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല. 5 മണിക്ക് 2-3 കടകളിൽ ചോദിച്ചപ്പോൾ 5 മണിക്ക് ഇനി ചായ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയൊരു കട കണ്ടു. വലിയ കടയെന്ന് പറഞ്ഞാൽ സാധാ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു. അവിടെ കയറി ഞങ്ങൾ ഓരോ കോഫിയും ഓരോ ഓണിയൻ പക്കോടയൊക്കെ വാങ്ങി കേട്ടോ. പക്ഷേ ഓണിയൻ പക്കോട നല്ലതായിരുന്നു, അവർക്കും ഇഷ്ടമായ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് പുലി നഖമെന്നും പറഞ്ഞാൽ അയാൾ ഇങ്ങനെ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അയാൾ ഒളിപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടൽ ശരവണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒത്തൻറ്റിക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി കോഫിയും പറഞ്ഞു, ഒരു ഓണിയൻ പക്കോട പറഞ്ഞു കേട്ടോ. അതിൽ 10-20 ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരി, അത് മതി, 1 മതി. എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ചായ കുടിക്കുമ്പോൾ ആ ഖുഷിക്കൊക്കെ ഉള്ള ഒരു ക്ഷീണം മാറുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ എഴുതിയത്. എന്തായാലും ഓണിയൻ പക്കോട ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലെ ഒരു കടലമാവും ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കും ഇഷ്ടപ്പെട്ടു, നമുക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും കൂടി ആ ഒരു ഓണിയൻ പക്കോട ഷെയർ ചെയ്ത് കഴിച്ചു, കോഫിയും കുടിച്ചായിരുന്നു കേട്ടോ.
അപ്പോൾ ഖുഷി അങ്ങനെ വിഷമിച്ച് ഒരു പെട്ടിരിക്കുകയാണ്. എന്നാലും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും അതിലും ഇതിലൊക്കെ ഇടാനായിട്ട് അതിനൊന്നും യാതൊരുവിധ കുറവുമില്ല, എത്ര വയ്യായെങ്കിലും. ഇതാണ് അണിയൻ പക്കോട. നമ്മൾ ഉള്ളിവടയുടെ വേറൊരു വേർഷൻ, പക്ഷേ ഉള്ളിവടയെക്കാട്ടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതായിട്ടിരുന്നു കേട്ടോ. ഒരു കടലമാവിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ജീരകത്തിൻ്റെ ടേസ്റ്റും ഉണ്ടായിരുന്നു, പിന്നെ ഏതോ റിഫൈൻഡ് ഓയിലും കൂടെ കേട്ടോ. ബില്ല് കണ്ടും ഞെട്ടി. ഇത്രയും നമ്മൾ 5 കോഫിയും ഒരു അണിയൻ പക്കോടയും വാങ്ങിയാൽ 400 രൂപ അടുപ്പിച്ചെന്തോ ആയിട്ടോ. എന്താണ് അതിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കേട്ടോ, ഒരു സാധാ ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ശരവണ ഹോട്ടലിലൊന്നും കയറില്ല. അത്യാവശ്യം നല്ല കത്തിയാണ്. കോഫിക്കൊക്കെ എത്ര രൂപ വാങ്ങിയെന്ന് കണ്ടില്ല. ഞാൻ ഏട്ടനങ്ങ് അപ്പുറത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബില്ല് ഏട്ടൻ്റെ കയ്യിലാണ് കിട്ടിയത്, അതുകൊണ്ട് നോക്കിയില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കിയാണ് കോഫിക്ക് എത്ര. എനിക്ക് തോന്നുന്നു കോഫിക്ക് 30 അത് ഓക്കെ. ഈ അണിയൻ പക്കോടയ്ക്ക് 150 200 അങ്ങനെയാണോ? അത് കുറച്ച് നഷ്ടം കേട്ടോ. ഓർഡർ ചെയ്തൊരു അരമണിക്കൂറോളം ഇരുന്നൊന്ന് തോന്നുന്നത് കിട്ടാനായിട്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, കോഫി നല്ലതായിരുന്നു, പക്കോടയും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ പക്കോടയൊക്കെ കഴിച്ച് നമ്മളടുത്ത് നേരെ അമ്പലത്തിൽ കയറി. മധുര മീനാക്ഷി കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ കയറി ദേവിയെല്ലാം കണ്ടു. അവിടെ അതിനെക്കാട്ടി വലിയ കത്തി കേട്ടോ. അപ്പോൾ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു നമുക്കുള്ളത് തന്നാൽ മതി, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെരുപ്പ് വയ്ക്കാനായിട്ട് കൊടുത്തു. അവിടെ ഫീസൊന്നുമില്ല. അകത്ത് കയറിയപ്പോൾ അവർ ഇതുവഴി കയറുമെന്ന് പറഞ്ഞ് നമ്മൾ കയറിയപ്പോൾ കുറേ ഇങ്ങനെ കറങ്ങി വന്ന് കയറിയപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരാൾക്ക് 20 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാ, ദർശനത്തിനാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ല, ഇത് VIP ക്യൂ ആണ്, ഇവിടെ ആണെങ്കിൽ തിരക്കുണ്ടാവില്ല, 20 രൂപ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഒരു തിരക്കുമില്ല, നമുക്ക് ഇറങ്ങിയിട്ട് ക്യൂ ഇല്ലാത്ത മീൻസ് പൈസ കൊടുക്കാത്ത തിരക്കില്ലാത്ത ആ ക്യൂവിൽ കയറിപ്പോൾ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വലിയ കോടീശ്വരനായതുകൊണ്ട് പറഞ്ഞു എന്തായാലും നമ്മളിങ്ങനെ കയറി പോയില്ലേ, പോട്ടെ 100 രൂപ ആണല്ലോ എന്ന് പറഞ്ഞ് ആ 100 രൂപ എടുത്ത് കൊടുത്തിട്ട് ആ ക്യൂവിൽ ചെന്ന് ആ ലൈനിൽ ചെന്ന്, അവിടെ ലൈനൊന്നുമില്ല, അങ്ങ് ചെന്ന് ദേവിയെ കണ്ടിട്ട് വന്നു കേട്ടോ. ഈ ഏട്ടൻ ഇങ്ങനെ കേട്ടോ, ആ 100 രൂപ തന്നെയല്ലോ എന്നൊക്കെ പറയാം. എനിക്ക് ആ 100 രൂപ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്, ഞാനത് മാറ്റി വയ്ക്കും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, ആവശ്യമില്ലാതെ ഈ ഒരു കാര്യത്തിനൊക്കെ. കാരണം ഇവന്മാർ പൈസ പിരിവിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണേ. അവിടെ ഒരു തിരക്കുമില്ല. അപ്പോൾ അല്ലെങ്കിൽ അവർ പറയണം അവിടെ തിരക്കില്ല, നിങ്ങൾ അതുവഴി പോകും, ഇവിടെ പൈസ ഉള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, 20 രൂപ തരൂ, ഇത് ഫ്രീ ആയിട്ട് കയറുന്ന എന്താ VIP ക്യൂ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ്, നമുക്ക് അപ്പുറത്ത് ഒരു മനുഷ്യരും ഇല്ല, ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പുറത്ത്. ഇപ്പോൾ തിരക്കുള്ള സമയമാണെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഇത് ചുമ്മാ 100 രൂപ കൊടുത്തു. ഈ കള്ളന്മാർക്കൊന്നും ഇങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ല, ഇതൊക്കെ വെറുതെ ഒരു ഇതാണ് കേട്ടോ, ഒരു സിസ്റ്റമായിട്ട് അങ്ങനെ വച്ചിരിക്കുകയാണ്. തിരക്കുണ്ടെങ്കിൽ ശരി, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാൻ അത്യാവശ്യമുണ്ട്, തിരക്കാണ് എങ്കിൽ ഓക്കെ, നമ്മളത് കൊടുക്കുന്നതിൽ അങ്ങനെ ഒരു സമ്പ്രദായം വച്ചിരിക്കുന്നതിനും കുഴപ്പമില്ല. ഇത് തിരക്കില്ലാത്തടത്ത് അവർക്ക് പറയാം തിരക്കില്ല, നിങ്ങൾ അതുവഴി കയറുമോ പറയാം. അവർ കിട്ടുന്ന കാശ് കയ്യിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ 100 രൂപ വാങ്ങിച്ച് കീശയിൽ വെച്ചൊരു റെസിപ്റ്റ് എഴുതി തന്നു കേട്ടോ. ചോദിക്കുന്നുണ്ട് ഏത് ഭാഷയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മലയാളം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ തിരിച്ച് മറുപടി പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ ലാംഗ്വേജൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും അമ്പലത്തിൽ കയറി ദേവിയെ കണ്ടു, നല്ല രീതിയിൽ തൊഴുതു. ഞാൻ പറയില്ല ഒരു മനുഷ്യരുമില്ല, അവിടെ ചുമ്മാ നിന്ന് കുറേ സമയം തൊഴുതു. ദേവി ഒരു മൂക്കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് നിൽപ്പുണ്ട്, നന്നായിട്ട് ഷൈൻ ചെയ്യും. അങ്ങനെ ആ ദേവിയെല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങി നടന്ന് വന്നിട്ട് ഖുഷിക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അവിടെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷേ പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നൊരു 1/2-3/4 മണിക്കൂർ ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പും കേട്ടോ. ഞാനല്ല, ഖുഷിയുടെ പരിപാടിയാണ്. ഖുഷിക്ക് വീഡിയോഗ്രാഫറായിട്ട് അനിയുണ്ട് കേട്ടോ. അനി കാര്യമായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അനി കുറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നു, അതുകൊണ്ട് നേട്ടന് റെസ്റ്റാണേ. എന്തായാലും നിഷാന്ത് അത്രയും ഇങ്ങനെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം അങ്ങനെയൊന്നുമില്ല. എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയുള്ള രീതി കേട്ടോ. ഖുഷിയാണ് ഫോട്ടോയുടെയും വീഡിയോയുടെയൊക്കെ ആൾ. ഇനി ഖുഷിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ഫുൾ നിറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും കന്യാകുമാരിയിൽ വന്ന ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. സൺസെറ്റ് ഒന്നും കാണാൻ പിന്നെ നിന്നില്ല കേട്ടോ, വയ്യ, ഖുഷിക്കൊക്കെ തളർന്നു പോയി. പിന്നെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ഒരു ഇതായ കേട്ടോ. എന്തായാലും ഇവിടെ കയറി കാണാനാണ് നിന്നത്, പക്ഷേ അത് നടന്നില്ല കേട്ടോ. നമ്മളതുവരെ പോയിട്ടുണ്ട്, പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ല. അതിനിപ്പോൾ നമുക്ക് പിന്നീടായാലും പറ്റും, പക്ഷേ അവരുടെ കാര്യമുള്ളൂ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് കന്യാകുമാരി വരെ വന്ന് ഓരോ കോഫിയും കുടിച്ചിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ്. എന്തായാലും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ വലിയ വിഷമമുണ്ട്. കുറച്ച് ഹിന്ദിയൊക്കെ പഠിക്കണം കേട്ടോ. പക്ഷേ വേദയ്ക്ക് അറിയാം, വേദ നന്നായിട്ട് സംസാരിക്കും. വേദ ഒരു 3 വർഷം ആർമി സ്കൂളിലായിരുന്നു, നഴ്സറി, LKG UKG. അപ്പോൾ അവൾ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അതുപോലെ കാണുന്ന കാർട്ടൂൺസ് എല്ലാം കൂടുതലും ഹിന്ദി ആട്ടോ. അങ്ങനെ കണ്ട് അവൾക്ക് സംസാരിക്കാൻ അറിയാം. അവളും നിഷാന്തൊക്കെ സംസാരിക്കും, ഏട്ടനും സംസാരിക്കും. ഞാൻ മാത്രം ഇങ്ങനെ വായും തുറന്ന് നിൽക്കും, ഇവരെന്താ സംസാരിക്കുന്നതെന്നൊക്കെ നോക്കി ഒന്നും മനസ്സിലാകും, പക്ഷെ തിരിച്ച് പറയാനറിയാതെ വായും തുറന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ ഇതേ നിഷാദിനെയും ഖുഷിയെയും കൊണ്ടുവന്ന് നമ്മൾ കന്യാകുമാരി എല്ലാം കാണിപ്പിച്ചു. അപ്പോൾ എൻഡ് ഓഫ് ദ ഇന്ത്യ
കന്യാകുമാരിയും കാണിച്ചു കൊടുത്തു. കന്യാകുമാരി തമിഴ്നാടും കേരളയും അവർ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഓൾമോസ്റ്റ് അല്ല, കവർ ചെയ്തു, ഒന്ന് കണ്ടു. കേരളയും കണ്ടു, തമിഴ്നാടും കണ്ടു. മധുര മീനാക്ഷി അമ്മൻ കോവിലൊക്കെ പോയി. അവർക്ക് മെയിനായിട്ട് ടെമ്പിൾ വിസിറ്റാണ് അവരുടെ ഉദ്ദേശം, അല്ലാതെ കന്യാകുമാരി കാണുന്നതൊന്നും ഒരു വിഷയമല്ല. പിന്നെ അവരുടെ അവിടെ എങ്ങും ബീച്ചില്ല, സീ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് കണ്ടതിലും ഒരു കൗതുകവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അനിയോട് ചോദിച്ചു എന്താ പൊന്മുടിയിലൊക്കെ വിളിച്ചുകൊണ്ട് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ പൊന്മുടി എന്നവർക്ക് കാണേണ്ട, അവർക്ക് കൂടുതലും ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഒരു നാട്ടുപ്രദേശം അമ്പലങ്ങളൊക്കെയാണ് കാണേണ്ടത്. അപ്പോൾ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ സൺസെറ്റ് ഒന്നും കാണേണ്ട, തിരിച്ച് വീട്ടിൽ പോകാം. കാരണം നമ്മളൊരു 6 മണി വരെ അവിടെ കിടന്ന് കറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ അപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറുണ്ട് ട്രിവാൻഡ്രം വരേക്കും. കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ. പിന്നീട് സൺസെറ്റും ഒക്കെ കണ്ടിട്ട് 7 മണിയൊക്കെ ആവും സൺസെറ്റ് ആവാനെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ അവർക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേണം തിരിച്ച് വീണ്ടും അനിയുടെ വീട്ടിലൊക്കെ പോകാനായിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മളൊരു 5:30 മണിയൊക്കെ ആയപ്പോൾ തന്നെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വന്നു. എന്നിട്ട് വീടെത്തിയപ്പോഴേക്കും 8-9 മണിയായി കേട്ടോ. പിന്നെ കുഷി ഒരു കിടപ്പായിരുന്നു. കുഷിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല, തല കറങ്ങിയത് എടുത്തുകൊണ്ടൊന്നും ഇവിടെ കിടത്തേക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഒന്ന് കിടന്നൊക്കെ എണീറ്റപ്പോഴേക്കും കുഷി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നിഷാന്തിനും കുഷിക്കും അനിലിനും ഒക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. മറ്റന്നാൾ മോർണിംഗ് ഫ്ലൈറ്റിൽ അവർ പോവും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിഷാന്ത് നമ്മളെ വീട്ടിൽ വന്നതിൽ. അമ്മയ്ക്ക് വാങ്ങിച്ച് വെച്ച സാധനങ്ങൾ ഞാൻ നിഷാന്തിന് കൊടുക്കുകയാണ്, മറന്നു പോകാതെ അമ്മയ്ക്ക് തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. നിഷാന്ത് മധുര പേടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു. നിഷാന്ത് കാലിൽ വീഴുന്നു, കരയുന്നു, ഭയങ്കര സന്തോഷം, ഭയങ്കര സങ്കടം. അതെപ്പോഴും അതെ കേട്ടോ. അന്ന് നമ്മൾ തിരിച്ച് വന്നപ്പോഴും ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു നിഷാന്ത്. പിന്നെ ഒരു പാവം ചെക്കനാട്ടോ നിഷാന്ത് എന്ന് പറയുന്ന ഒരു ഇത്രയും ശുദ്ധ മനുഷ്യർ ലോകത്തുണ്ടല്ലോ എന്ന് തോന്നുന്നു. അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിഷാന്ത് എന്ന് പറയുന്നത്. 2027 ലാസ്റ്റ് നിഷാന്തിൻ്റെ കല്യാണം ഉണ്ടാവും, വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് കല്യാണം ചോദിച്ചപ്പോൾ പറഞ്ഞതാട്ടോ 27 ലാസ്റ്റിന് കല്യാണമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും പോവും. ഇനി അപ്പോഴൊക്കെ നിഷാന്തിനെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമ്മളല്ലാതെ ഒന്നും അങ്ങോട്ടൊക്കെ പോവില്ലെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ പോയാലായി ഇല്ലെങ്കിലായി. നിഷാന്തിൻ്റെ കല്യാണത്തിന് ഉറപ്പായിട്ടും നമ്മൾ വരും, നമ്മൾ ഉറപ്പായിട്ടും പോവും എന്നുള്ളൊരു വാക്ക് നിഷാന്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2027 നമുക്ക് നിഷാന്തിനെ കാണാൻ പറ്റും. പക്ഷെ നാളെ അവരെ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ നാളെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അനിയുടെ വീട് അവിടെ മണക്കാടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നാളെ കൂടി മേ ബി നിഷാന്തിനെയൊക്കെ കണ്ടാലായി. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ നിഷാന്തിന് ടാറ്റാ ബൈ. അപ്പോൾ എൻ്റെ മനസ്സിൽ നിഷാന്തിനുള്ള സ്ഥാനം തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിഷാന്തിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം പോയ കാര്യം നിങ്ങളെപ്പോഴും നിഷാന്തിനെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും നിഷാന്തിനെ പറഞ്ഞു ഓർമ്മിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അത്രയും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ഥാനം നിങ്ങളും നിഷാന്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ വീഡിയോസ് കണ്ടവർക്കറിയാം അല്ലേ, എത്രത്തോളം നിഷാന്ത് ഞങ്ങളെ അന്ന് ഹെൽപ്പ് ചെയ്തു, എത്രത്തോളം കെയറോട് കൂടിയാണ് നിഷാന്ത് എന്നെയും വേദയും കൊണ്ടു നടന്നത് എന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മളെ സഹായിച്ചൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. എന്നെക്കൊണ്ടും ഏട്ടനെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവരെ സന്തോഷിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. നിഷാന്തിന് എനിക്ക് ഭയങ്കര സന്തോഷം. ദീദി വെരി ഹാപ്പി ദിസ് ഹൗസ് വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പാവം പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കും കേട്ടോ. എനിക്ക് നിങ്ങളിൽ സംസാരിക്കാൻ കഴിയാത്തതിൽ വളരെ ദുഃഖമുണ്ടെന്നൊക്കെ പറയുന്നതാണ്, വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് കാണിച്ചു തരും കേട്ടോ. പാവം. എന്തായാലും നിഷാന്തിന് ടാറ്റാ ബൈ. അപ്പോൾ ഇയാളാണ് നമ്മുടെ വെരി സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും വന്ന നമ്മുടെ ഒരു കുഞ്ഞു സുഹൃത്ത്. അപ്പോൾ നിഷാന്തിനെയും കുഷിയെയും അനിയെയും പറഞ്ഞു വിട്ടു. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിഷാന്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റാ.